തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് അന്വേഷണം. മുൻ MLA അനിൽ അക്കര നൽകിയ പരാതിയിലാണ് അന്വേഷണം. തൃശൂർ സിറ്റി ACPക്കാണ് അന്വേഷണ ചുമതല. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, തൃശൂർ രാമനിലയത്തിൽ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സുരേഷ് ഗോപിയുടെ നടപടിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്നലെ മുൻ MLA ആയിട്ടുള്ള അനിലക്കര ഈ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ഇതിൽ സത്യപ്രതിജ്ഞ ലംഘനം അടക്കം നടന്നിട്ടുണ്ട് ഈ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അനിലക്കര ഇന്നലെ ഈ വിഷയത്തിൽ ഒരു പരാതി നൽകിയത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. തൃശൂർ സിറ്റി ACPക്കാണ് നിലവിൽ ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. പരാതിക്കാരനായിട്ടുള്ള അനിലക്കരയുടെ മൊഴി നാളെ പോലീസ് രേഖപ്പെടുത്തും. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നാളെ രാവിലെ 11 മണിക്ക് തൃശൂർ സിറ്റി ACPയുടെ ഓഫീസിൽ ഹാജരാകാൻ അനിലക്കരയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയം അവിടെ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ അടക്കം മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രിക്കെതിരെയാണ് ഈ ആരോപണം, പരാതി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വിശദമായ നിയമോപദേശം തേടുക, ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമോ എന്നതിൽ തീരുമാനിക്കുക. കേസെടുക്കുന്ന കാര്യം ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലത്തെ കണക്കുകൂട്ടൽ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മർദ്ദനത്തിനിരയായ മാധ്യമപ്രവർത്തകരെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു. പ്രത്യേകിച്ച് BJP നേതൃത്വം അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുന്ന സമയത്താണ് വീണ്ടും സുരേഷ് ഗോപിയെ വെട്ടിലാക്കിക്കൊണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തന്നെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഉന്മേഷ്, സൂരജ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളടക്കമുണ്ടല്ലോ ഈ സംഭവത്തിന്റെ. ഈ അനിലക്കരയുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കുമോ ഈ മാധ്യമപ്രവർത്തകരോട് വിവരങ്ങൾ തേടുക? സൂരജ്, തീർച്ചയായും ഉന്മേഷ്, ഇതിൽ കൃത്യമായി പോലീസിന് ഈ മാധ്യമപ്രവർത്തകരെ അടക്കം ആരോപണം ബോധപൂർവം അവിടെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ രാമനിലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപി ആദ്യം പോകാൻ തയ്യാറാകുന്നത് ഇടത്തുവശത്തെ ഡോറിലൂടെയാണ്. പക്ഷേ സൂരജ്, ഒരു നിമിഷം സൂരജ്. ഇപ്പോൾ ശ്രീ അനിലക്കര അദ്ദേഹം ടെലിഫോൺ വിളിച്ചിരുന്നുണ്ട്. ശ്രീ അനിലക്കര, താങ്കളുടെ പരാതിയിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു, എന്താണ് പ്രതികരണം? അല്ല, എന്നെ ഇപ്പോ ACPയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. മൊഴിയെടുക്കണം എന്ന് പറഞ്ഞു പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ. സ്വാഭാവികമായി ഞാൻ പരാതി കൊടുക്കും. കാരണം നമ്മളൊക്കെ തൃശൂർ രാമനിലയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലം മുതൽ കണ്ടതാണ്. K. കരുണാകരനെ തടഞ്ഞു നിർത്തി പത്രക്കാർ ചോദിക്കുന്നതും അദ്ദേഹം അതിനോട് മറുപടി പറയുന്നതും കണ്ടതാണ്. പക്ഷെ ഇവിടെ സുരേഷ് ഗോപിയുടെ പിന്നിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ച പത്രപ്രവർത്തകരെ തള്ളിമാറ്റുന്നത് ഭരണഘടന അനുസരിച്ച് സത്യം ചെയ്ത നമ്മുടെയും നിങ്ങളുടെയും എന്റെയും ഒക്കെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഭരണത്തിലിരിക്കുന്ന ഒരാൾ ചെയ്യുന്നത് അത് ഭരണഘടനാ ലംഘനമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തുന്ന കടന്നുകയറ്റമാണ്. അതിനെതിരെ ഇന്ത്യൻ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചും പോലീസ് ആക്ട് അനുസരിച്ച് അവർക്ക് കേസെടുക്കണം. അതിനുള്ള പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ നാളെ പോലീസിന് മൊഴി കൊടുക്കും. പോലീസ് കേസെടുക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ അനിലക്കര, അപ്പോൾ സുരേഷ് ഗോപി അതിനെ വ്യാഖ്യാനിച്ചത് തന്റെ വഴി, അത് തന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിന്മേൽ കടന്നു കയറരുത് എന്നുള്ള തരത്തിലായിരുന്നുവല്ലോ ശ്രീ അനിലക്കര? അല്ല, അത് ഞാനും നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. അവിടെ നിങ്ങളുടെ ലേഖകൻ തന്നെ സൂരജ് രവി അവിടെ ഉണ്ടായിരുന്നു, മറ്റ് മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. ഞാൻ കണ്ടത് സുരേഷ് ഗോപി മുന്നിൽ നടക്കുകയും അതിനുശേഷം കാറിന്റെ പിന്നിൽ നിന്ന് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റുകയാണ് ചെയ്തത്. നമ്മുടെ മുന്നിലാണ് ഉള്ളെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പറയാം, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ പറയാം. ഡോർ തുറന്ന സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് കാറിന്റെ അകത്തിലിരുന്നിട്ടല്ലോ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്? മാധ്യമപ്രവർത്തകർ പുറത്തുനിന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ പല നേതാക്കന്മാരെയും കണ്ടതാണ്. അവരൊന്നും ഇങ്ങനെ പ്രതികരിക്കാറില്ല. ഇതിനകത്ത് വളരെ സുരേഷ് ഗോപിയുടെ മനസ്സിനകത്തൊരു കുറ്റബോധമുണ്ട്. മുകേഷിനെ ഒരു CPM MLAക്കെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു BJP MLA എന്തിനാണ് ഭയക്കുന്നത്? അത് ഹേമ കമ്മിറ്റിക്ക് തന്റെ പേരുണ്ടോ എന്ന സംശയം അദ്ദേഹത്തിനുണ്ടോ? അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുറ്റബോധ മനസ്സാണ് ഏത് സമനിലയെ തെറ്റിയും മാധ്യമ പ്രവർത്തകരെ വരെ വഴിയിൽ തല്ലാൻ ശ്രമിക്കുന്നത്. താങ്കൾ നാളെ 11 മണിക്കാണല്ലേ മൊഴി നൽകാൻ പോകുന്നത്? അല്ല, ഞാൻ നാളെ നമുക്ക് എല്ലാ കളക്ടറേറ്റിന്റെ മുന്നിലും കൂട്ടായ്മയുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ 11 മണിക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ അനിലക്കര. അനിലക്കരയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം വരുന്നത്. ഈ മൊഴിയെടുപ്പിന് ശേഷമായിരിക്കും കേസെടുക്കണമെന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുക. മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ തേടും. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി തുടരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അപ്പോൾ ഈ BJP നേതൃത്വം പോലും അദ്ദേഹത്തിന്റെ ആ നടപടിയെ ന്യായീകരിക്കുന്നില്ല. MT രമേശൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ നടപടി തെറ്റാണെന്നുള്ള തരത്തിൽ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പോലീസിന്റെ തീരുമാനം. സൂരജ്,
തീർച്ചയായും ഉന്മേഷ്, BJPയുടെ ഒരു വിഭാഗം നേതാക്കളടക്കം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെ പൂർണ്ണമായും തള്ളുമ്പോഴാണ് സുരേഷ് ഗോപിയെ വീണ്ടും വെട്ടിലാക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കൂടി നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ബോധപൂർവം ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപി ഒരു കയ്യേറ്റ ശ്രമം നടത്തുകയാണ് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഈ പരാതിയിലേക്ക് ഉൾപ്പെടെ നയിച്ചത്. കാരണം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപിക്ക് ഒരു തടസ്സവും ഇല്ലാതെയാണ് മാധ്യമപ്രവർത്തകർ അവിടെ നിൽക്കുന്നത്. ആ കാറിന്റെ വാതിൽ ഡോർ തുറന്ന് കൃത്യമായി അകത്തേക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ ബോധപൂർവം പുറകിലേക്ക് മാധ്യമപ്രവർത്തകരെ പുറകിലേക്ക് ആഞ്ഞു തള്ളുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വനിതാ മാധ്യമപ്രവർത്തകയും മറ്റൊരു മാധ്യമപ്രവർത്തകന്റെ ശരീരത്തിലേക്കാണ് ഈ കൈവെക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കും അവർക്ക് തൊട്ട് പുറകിലുണ്ടായിരുന്ന ആളുകളടക്കം പുറകിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ട് പിന്നാലെയാണ്, അതായത് തന്റെ കയ്യിൽ നിന്ന് അരുതാത്തത് സംഭവിച്ചുവെന്ന് അപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് തന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ സുരേഷ് ഗോപി അവിടെ വെച്ച് പ്രതികരിക്കുന്നു. അതിനുശേഷവും ജനങ്ങൾക്കറിയാനുള്ള കാര്യമാണ് തങ്ങൾ ചോദിക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പക്ഷേ അപ്പോഴും മാധ്യമപ്രവർത്തകർ പറഞ്ഞിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഈ ആക്രമണത്തിനിരയായ ആളുകളടക്കം പറഞ്ഞിരുന്നത്, ഇതിൽ സ്വാഭാവികമായും ബോധപൂർവം അവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു മർദ്ദനത്തിന് സുരേഷ് ഗോപി തുനിഞ്ഞു എന്നുള്ളത് അവിടെ വെച്ച് തന്നെ പറഞ്ഞതാണ്. പക്ഷേ മാധ്യമപ്രവർത്തകരാരും ഇത് സംബന്ധിച്ചൊരു പരാതിക്ക് തയ്യാറായില്ല. പക്ഷേ ഈ സംഭവം നടന്ന മിനിറ്റുകൾക്കകം തന്നെ മുൻ MLA ആയിട്ടുള്ള അനിലക്കര ഇതിൽ പരാതി നൽകുന്നു. ഈ രാമനിലയം എന്ന് പറയുന്നത് അത് സർക്കാർ സംവിധാനമാണ്. അവിടെ വച്ചാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നലെ തന്നെ ആ സംഭവം നടന്ന മിനിറ്റുകൾക്കകം തന്നെ അനിലക്കര കമ്മീഷണർക്ക് പരാതി നൽകി. ആ പരാതിയിന്മേൽ ഇന്നലെ പ്രാഥമികമായി തന്നെ കമ്മീഷണർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിരുന്നു, ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ ചുമതല സിറ്റി ACPക്ക് കൈമാറിയിരിക്കുന്നത്. ഇതിൽ അനിലക്കരയുടെയും അതുപോലെ തന്നെ ഈ സംഭവ സമയത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഉന്മേഷ്. ശരി.